മഴ പെയ്തു ഗൈസ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിയാലിറ്റി വൺ. ആരും പേടിക്കേണ്ട, ചാനലൊന്നും മാറിയിട്ടില്ല. നിങ്ങൾ ഈ ചാനലിലൂടെ ഹോം ടൂറുകൾ മാത്രമായിരിക്കും കണ്ടിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങൾ കാണുന്ന 10-20 മിനിറ്റ് ഹോം ടൂറിന് പിന്നിൽ മണിക്കൂറുകളുടെ അധ്വാനം ഉണ്ട്. സോ നമ്മൾ വിചാരിച്ചു ഇനി മുതൽ ബിഹൈൻഡ് ദ സീൻസും കൂടി കാണിക്കാന്ന്. അപ്പൊ ഇന്നത്തെ നമ്മൾ ലൊക്കേഷൻ, നമ്മൾ ഇതിന്റെ ഹോം ടൂർ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. താമരശ്ശേരിയിലുള്ള ഡോക്ടർമാരായിട്ടുള്ള ദമ്പതികളുടെ വീട് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ വണ്ടിയിൽ കുറെ ആൾക്കാർ കാണുന്നുണ്ടാവും. ഇവരൊന്നും നമ്മളുടെ കൂടെ വരാനുള്ളതല്ല. കുറെ ആൾക്കാർ നമ്മളെ അരീക്കോട് തട്ടിക്കണിട്ടാ. ഈ ഒരു വ്ലോഗ് കംപ്ലീറ്റ് ആയിക്കൊണ്ട് വോയിസ് ഓവർ എന്നല്ല, കുറെ റാൻഡം ഷോട്ടുകൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു വ്ലോഗാണ്. പാരമ്പര്യാണ്. ഇവരെ രണ്ടുപേരും നിങ്ങൾക്ക് ഓൾറെഡി അറിയണ്ടാവും. ഈ യൂട്യൂബ് ചാനലിന്റെ ഓണേഴ്സ് ആണ്. കൂടുതലായിട്ട് ഇനി ഒന്നും പരിചയപ്പെടുത്തണ്ടല്ലോ അല്ലേ? എന്തിന് അവിടെ ആരല്ലേ? ഉമ്മച്ചിയോ? ഞാൻ ഇല്ല, ഞാൻ പോരും. ക്യാഷ് മണി പണം പണം പണം. അടിപൊളി. എന്നാലും കഴിച്ചു കഴിഞ്ഞാല് അത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ എന്താ പൊടിച്ചോക്കെ അതില് അങ്ങനെ പൊടിച്ചു. വാവ്, ഫണ്ടാസ്റ്റിക്. വയനാട്ടിലെ ഫേമസ് അരീക്കോട് നോമതി വന്നാൽ വാങ്ങിക്കളി പൊളിക്കും. ഇത് കസ്റ്റാർഡാണല്ലേ? ഇപ്പം ഞങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ഉള്ള ഒരു ബണ്ണാണ് കേട്ടോ. അരീക്കോട് ഒരു ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതൊക്കെ തിന്ന് ഇറക്കാനുള്ളവരൊക്കെ ഇറക്കിയിട്ട് നമ്മൾ നേരെ സൈറ്റിലെത്തി. നമ്മൾ മലപ്പുറത്ത് നിന്ന് അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു സൈറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മൾ സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ വീടൊക്കെ ഒന്ന് കാണും. പിന്നീട് ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ എഞ്ചിനീയറോ അല്ലെങ്കിൽ കൂടെ വന്നിട്ടുള്ള അവിടുത്തെ അതായത് ചെയ്തിട്ടുള്ള ടീം ഉണ്ടാവുമല്ലോ, അവരുടെ ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവരായിട്ടും ഡിസ്കഷനൊക്കെ നടത്തും. എന്തൊക്കെയാണ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത്, പിന്നെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ് കാര്യങ്ങളൊക്കെ ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു സമ്മറി, വീടിനെ കുറിച്ചുള്ള ഒരു സമ്മറി നമ്മൾ ആദ്യം തന്നെ എടുത്തു വെക്കും. ഒരു 3/4 മണിക്കൂർ യാത്ര ചെയ്താൽ മെഡിക്കൽ എത്തുന്ന വരെയാണ് ഇത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു സമാധാനത്തിലുള്ള അറ്റ്മോസ്ഫിയറിൽ വേണം, നിർബന്ധമുള്ള കാരണമാണ് ഡോക്ടർ ഒരിക്കലും കോഴിക്കോട് എടുക്കാൻ. പക്ഷേ എന്നാൽ മോഡേൺ സാധനം വേണമെന്നുള്ള ആഗ്രഹം. പിന്നെ രണ്ടാമത്തത് കുറച്ചൊരു ഓപ്പൺ ഫീൽ വേണം, പ്രൈവസി വേണം. അതുകൊണ്ടാണ് ഇതൊരു ലിവിങ് ഏരിയ, അത് ഫാമിലി ലിവിങ്, പിന്നെ ഡൈനിങ് ആണ്, പിന്നെ ഓപ്പൺ കിച്ചൺ. അങ്ങനെയാണ് അവിടെ വരുന്നത്. ഷെയർ ചെയ്യണ്ടേ? ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഹോം ടൂർ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമുക്ക് കണ്ട് മനസ്സിലാക്കുന്നതിലുപരി ആ വർക്ക് ചെയ്തിട്ടുള്ള ടീം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വീഡിയോഗ്രാഫർ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പ്രസൻറ്ററും ഒരു ഹെൽപ്പറായിട്ട് ഒരാളും പിന്നെ ഡ്രൈവറായിട്ട് ഒരാളും. അങ്ങനെ ലാവിഷായിട്ടാണ് പോയിട്ടുണ്ടായത്. സാധാരണ പ്രസൻറ്ററും വീഡിയോഗ്രാഫറും മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ ഇപ്രാവശ്യം ലാവിഷാക്കി. അതിന് കാരണം വേറെ ഉണ്ട്. സോ ഇതാണ് നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോഗ്രാഫേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. നമ്മളെല്ലാവരും കസിൻസ് തന്നെയാണ്.
പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ടീമും ഡ്രോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കേണ്ടിയിരുന്നു കേട്ടോ, ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ ഡ്രസ്സിൽ മറ്റേത് ഭത്തൊക്കെ തിന്നുന്ന നല്ല രീതിയിൽ ഇന്ത്യയിലേക്ക് പ്ലാൻ ചെയ്യുന്ന ആളുകളാണ്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് എത്രയാണ്? 390 സെന്റിമീറ്റർ ആണ് കേട്ടോ. ഈ അമ്മ അഡ്രസ് ആണ് ഇവിടെ കംപ്ലീറ്റ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ബെഡ്റൂമിൽ മഴയുള്ളൊരു ദിവസമായിരുന്നു നമ്മൾ ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നത്. റെഡ് അലേർട്ട് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഇടയിൽ മഴ പെയ്തു. മഴ പെയ്തു ഗൈസ്. നല്ല പുതുമണ്ണിന്റെ മണം. നമ്മളുടെ ഈ ഹോം ടൂർ മുന്നേ കണ്ട ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സാണ് കേട്ടോ ഇവർ. അപ്പോൾ ഇവരാണ് ഡോക്ടറുടെ കുട്ടികളൊക്കെയാണത്. നമ്മൾ ഷൂട്ടിന് പോകുമ്പോൾ എല്ലാ വീട്ടിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് ഐറ്റം കിട്ടാറുണ്ട്. ചിലപ്പോൾ ചായ, ചോറ്, അങ്ങനെ ഓരോരുത്തരനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുക മാത്രമല്ല, ഓരോ ആൾക്കാരെ സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തും കൂടിയാണ് ഫുഡ് ഒക്കെ കിട്ടാറ്. അപ്പോൾ ഇവിടെ നമുക്ക് ചായ, കടികൾ ഒക്കെ കിട്ടി. അങ്ങനെ നമ്മളതൊക്കെ കുടിച്ചു. ഇതാണ് കുട. ഈ കുട എന്ന് പറയുമ്പോൾ കുട ഓന് ഇപ്പോൾ ഗൾഫിൽ പോയിക്കാണ്ട് ശുദ്ധ മലയാളം അയക്കണ്. അടുത്തൊരു ഇഞ്ച് പെണ്ണിട്ടോ പറയേ പൂതില്ലേ എന്നെ പെരി പെങ്ങോട് പറയും പെണ്ണെട്ടണം. എന്താ ഓക്കെ സ്റ്റേബിൾ ആയി എഴുതിയാൽ എനിക്ക് പെണ്ണിട്ടോ. പെണ്ണ് വേണ്ടേ കല്യാണം കഴിക്കാൻ? ഐ നല്ല പ്ലാന്റ് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഇതാണ് ആ ഡോക്ടേഴ്സ് ഫാമിലി. അങ്ങനെ നമ്മൾ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ടാണ് ബാക്കി ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. പിന്നെ ഇത് ഡോക്ടർ ചെറിയ കുട്ടിയാണ്. ഇത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. വ്ലോഗ് എടുക്കാൻ വന്ന് കുട്ടി നോക്കണ ആവശ്യം. ഇങ്ങനത്തെ ഓരോന്നിനെ കൂടെ കൊണ്ടുപോകണം. ഇതേപോലെ പെരിയിലെ കുട്ടികളെ നോക്കാൻ. അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ വീട്ടുകാരാണ് കേട്ടോ. നമ്മൾ അവരേറ്റവും സംസാരിക്കുകയായിരുന്നു. ഈ വീടുണ്ടല്ലോ ഒരു ഉള്ളിക്കാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതാണ് കേട്ടോ അതിൻ്റെ മെയിൻ ഗേറ്റ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മളുടെ മയിൽ വാഹനം. ഇങ്ങോട്ട് പോകുമോ ഇങ്ങോട്ട് പോകും. നല്ല രസമുള്ള സ്ഥലം. ചെറിയ വെച്ചാണല്ലോ. ഇതുവരെ പോയ നല്ല വിശാലമായ വൈക്കിൽ വന്നു. എന്താ പറയാനുള്ള സുബലാണൊക്കെ. സുബല് കഴിഞ്ഞ് അങ്ങനെ പിന്നെ നമ്മൾ നേരെ കരിയത്തുംപാറ, തോണിക്കടവ്, കോഴിക്കോടുള്ള മെയിനായിട്ടുള്ള
ഫേമസ് ആയിട്ടുള്ള സ്പോട്ടാണല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ എടുത്താണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നേരെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയി. നല്ല ഈവനിങ് ആയിരുന്നു. ഈവനിങ് ആയതുകൊണ്ട് തന്നെ അവിടെയൊക്കെ 6 മണിക്കൊക്കെ ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും വണ്ടി കൂടി ഇങ്ങനെ പോകുമ്പോൾ ആ ഒരു വൈബ് ആസ്വദിക്കാൻ പറ്റി. കാരണം മഴ ചെറുതായിട്ട് വീണു, ഭയങ്കര മഴയല്ല, ചെറുതായിട്ട്. അറ്റ്മോസ്ഫിയറൊക്കെ കുറച്ചൊക്കെ ലേറ്റ് ആയപ്പോൾ തന്നെ നല്ല അടിപൊളി, നല്ല തണുപ്പുള്ളൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ. അങ്ങനെ അവിടെ ഒന്നും ഇറങ്ങിയില്ല. പക്ഷെ നമ്മളതൊക്കെ കണ്ട് നേരെ പിന്നെ നമ്മൾ അരീക്കോട് കുറച്ച് ആൾക്കാരുടെ ടീമിനെ ഇറക്കിനല്ലോ, അവരെടുക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ നിന്നാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്ര ഉള്ളു. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള വ്ളോഗൊന്നുമല്ല, പക്ഷേ കുറച്ച് ഫണ്ണായിട്ടുള്ള ബിഹൈൻഡ് ദ സീൻസൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെ ഇപ്പോൾ ഇതൊക്കെ ഫുള്ളാക്കണേന്ന്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനും എങ്ങനെയാണ് ഒരു ഹോം ടൂർ എടുക്കണേന്നൊക്കെ അറിയാനും ജസ്റ്റ് ഒരു ബിഹൈൻഡ് ദ സീൻസ് കാണിക്കുക എന്നുള്ള രൂപത്തിലാണ് ഈ ഒരു വ്ളോഗ്. അപ്പോൾ ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് വ്ളോഗാണ് കംപ്ലീറ്റ്ലി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനിയും നമ്മളിതുപോലെ വീട് ഹോം ടൂർ ചെയ്യാൻ പോയപ്പോഴത്തെ ബിഹൈൻഡ് ദ സീൻസിൻ്റെ വ്ളോഗ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.